പിടിച്ചു വെച്ചോ, ഞാനും ഒരു തലക്ക് പിടിക്കട്ടോ. അങ്ങനെ 6ാമത്തെ പാനലും ഫിറ്റായി കഴിഞ്ഞു. പാനൽ ഫിറ്റാവുന്ന പരിപാടി തീർന്നു. ഇനി സൂര്യൻ ഉദിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കണ്ടില്ലേ, സൂര്യൻ ഇതൊന്ന് വെച്ച് കിട്ടിയെങ്കിൽ ഒന്ന് ചാർജ് ആക്കിയിരുന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാസം കൂടുമ്പോൾ ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. ഉച്ചക്കെ പിടിച്ച് പ്രൊഡക്ഷൻ കുറയാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കണം. മാസത്തിലൊരിക്കലും കഴുകി വൃത്തിയാക്കുന്നതാണ് നല്ലത്. അതിന് ഇതിൻ്റെ സെൻറ്ററിലൂടെ 3 ചാനലിട്ട് ഇവിടെ ഒരു റാമ്പ് പണിതിട്ടുണ്ട്. ഇതിലെങ്ങനെ കയറി നമുക്കിങ്ങനെ വൃത്തിയാക്കാം. അതൊക്കെ നമ്മളിത് ഫിറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ നമ്മൾ ചെയ്യിപ്പിക്കേണ്ട പണിയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അടച്ച് പെട്ടുപോകും. ഇവരിത് കുടുക്കിയിട്ട് അങ്ങോട്ട് പോകും. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ജാഗരൂകരാകണം. ഏതായാലും ഈ കാര്യം നമുക്ക് ആദായകരം തന്നെയാണ്. സ്വന്തം ചെലവഴിക്കുന്ന ഊർജം സ്വന്തം ഉൽപ്പാദിപ്പിക്കുക, ഇതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. എൻ്റെ ഈ റെക്കോർഡ് വീഡിയോ ഇവിടെ തീരുകയാണ്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് ഷെയർ ചെയ്യണം. ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ചെയ്തത്. സോളാർ പാനൽ ഫിറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ എല്ലാ